ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു 5 ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം. ഭയങ്കര യൂസ്ഫുള്ളായ ആപ്ലിക്കേഷനാണ്. ഞാൻ സാധാരണ ഈ ആപ്ലിക്കേഷനെ വീഡിയോ ഒന്നും ഇടാറില്ല. അപ്പോൾ ഈ 5 ആപ്ലിക്കേഷൻ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഈ 5 ആപ്ലിക്കേഷൻ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫോണിൽ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യത്തെ ആപ്ലിക്കേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ സൂം ആപ്ലിക്കേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയ ആപ്ലിക്കേഷനാണ് എനിക്ക് പേഴ്സണലി തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഹെൽത്ത് കോൺഷ്യസ് ആയ ഒരാളാണെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഡെയിലി കൺസ്യൂം ചെയ്യണ്ടല്ലോ ടൊമാറ്റോ സോസ്, പിന്നെ മാഗി നൂഡിൽസ്, പിന്നെ ബോൺവിറ്റ, ബൂസ്റ്റ്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ യൂസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അത് ഹെൽത്തി ആണോ അല്ലയെന്ന് നമുക്ക് അറിയാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഐറ്റമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാർ കോഡ് സ്കാൻ ചെയ്തിട്ട് ഇത് കഴിക്കാൻ പറ്റുന്ന സാധനമാണോ അല്ലയോ എന്ന്, ഹെൽത്തി ആണോ അല്ലയോ എന്ന് നമുക്ക് കാണാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഇവിടെ QR കോഡ് ഓപ്പൺ ചെയ്യുക. QR കോഡ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് സ്കാൻ ചെയ്യുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കാണിക്കേണ്ടത് ഇത് കഴിക്കാൻ പറ്റുമോ ഇല്ലയെന്ന്. അപ്പോൾ ഇവിടെ എന്നാണ് കാണിക്കുന്നത്, യു ക്യാൻ ഡു ബെറ്റർ. അപ്പോൾ ഇത് അത്രയും ഹെൽത്തിയായ ഓപ്ഷൻ അല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബെറ്റർ മാച്ചസ് മീൻസ് ഇതിൻ്റെ ആൾട്ടർനേറ്റീവ് നമുക്ക് ഏതാണ് വേണ്ടതെന്ന് നോക്കണമെങ്കിൽ ഇവിടെ ബെറ്റർ മാച്ചസിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആൾട്ടർനേറ്റീവ്സ് ഇവിടെ കാണിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് മേടിച്ചിട്ട് കഴിക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഓൾ ന്യൂട്രീഷണൽ ഫാക്ട്സും ഓക്കെ ബാക്ക് പോട്ടെ, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും ന്യൂട്രീഷനും ഒക്കെ കാണണമെങ്കിൽ നമുക്ക് പ്രോ വെർഷൻ മേടിക്കേണ്ടി വരും. അപ്പോൾ അത് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് കഴിക്കുന്നതാ നല്ലതാണോ അല്ലയോ എന്ന്. അപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് ബൂസ്റ്റോ മാഗി അങ്ങനത്തെ ഒക്കെ വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് QR കോഡ് സ്കാൻ ചെയ്യുക. പിന്നെ നമുക്ക് ഇവിടെ അറിയാൻ പറ്റും ഇത് കഴിക്കുന്നത് നല്ലതാണോ അല്ലയോ എന്ന്. ഓക്കെ, രണ്ടാമത്തെ യൂസ്ഫുൾ ആപ്ലിക്കേഷൻ്റെ പേരാണ് ബ്ലാക്ക് സ്ക്രീൻ. ഈ ബ്ലാക്ക് സ്ക്രീൻ ഭയങ്കര യൂസ്ഫുൾ ആപ്ലിക്കേഷൻ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളോട് കുറച്ച് പെർമിഷൻസ് ചോദിക്കും. അത് അലോ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോക്ക് സ്റ്റൈൽ ഏതാണ് വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫ്ലോട്ടിംഗ് ബട്ടൺ സ്റ്റൈൽ എങ്ങനെയാണ് വേണ്ടത് അതും സെലക്ട് ചെയ്യുക. ടാപ്പ് ടു വേക്ക്, എത്ര ടാപ്പിലാണ് വേക്ക് ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കുക. സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയൊരു ലോക്കിൻ്റെ സിമ്പിൾ കാണും ഇവിടെ. ഓക്കെ, എന്നിട്ട് ബാക്ക് പോവുക. ബാക്ക് പോയിട്ട് നിങ്ങൾ യൂട്യൂബിൻ്റെ വല്ലതും വീഡിയോസ് പ്ലേ ചെയ്യുകയാണെന്ന് വെച്ചാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്നതാണ്. ഇപ്പോൾ സ്ക്രീൻ ഓണായിട്ട് പ്ലേ ആകുമ്പോൾ ബാറ്ററി നന്നായിട്ട് കൺസ്യൂം ചെയ്യും. നിങ്ങൾ പാട്ടോ പോഡ്കാസ്റ്റോ ഒക്കെ വല്ലതും കേൾക്കുകയെന്ന് വെച്ചാൽ അത് പ്ലേ ചെയ്യുക. പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇവിടെ സ്ക്രീൻ മൊത്തം ബ്ലാക്കായി. അപ്പോൾ നിങ്ങളുടെ ബാറ്ററി അധികം കൺസ്യൂം ആവില്ല. ഓക്കെ, അതേമാതിരി ഇത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സിംഗിൾ ടാപ്പ് ചെയ്യുക. സിംഗിൾ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ അൺലോക്ക് കാണും. അപ്പോൾ അൺലോക്കിൽ ക്ലിക്ക് ചെയ്യുക. അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണമാതിരി യൂസ് ചെയ്യാൻ പറ്റും. അതേമാതിരി രണ്ടാമത്തെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് പക്ഷേ ഈ ഫീച്ചർ യൂസ് ചെയ്യേണ്ട മുമ്പേ നിങ്ങൾ മറ്റൊരു പ്രൈവസി റെസ്പെക്റ്റ് ചെയ്തിട്ട് വേണം ഈ ഫീച്ചർ യൂസ് ചെയ്യണമെങ്കിൽ. അതിന് വേണ്ടിയിട്ട് ഇവിടെ വീഡിയോ മോഡിൽ പോവുക. വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ലോക്കിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആർക്കും അറിയാൻ പറ്റില്ല നിങ്ങൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയെന്ന് വെച്ചാൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത ആപ്ലിക്കേഷനാണ് 5G ഓൺലി. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്, അവിടുന്ന് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ 5Gയിൽ പോയിട്ട് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സെറ്റ് 5G ഓൺലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ 5G യൂസ് ചെയ്യുമ്പോൾ അത് 4Gയും 5Gയും ഒക്കെ ആയിട്ട് ഫ്ലക്ച്വേറ്റ് ആയിട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് 5Gയുടെ നെറ്റ്വർക്ക് തന്നെ വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് സ്റ്റാർട്ട് 5Gയിൽ പോയിട്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം കാണും. അപ്പോൾ താഴത്തേക്ക് പോവുക. താഴത്തേക്ക് പോകുമ്പോൾ സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് ടൈപ്പ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് NR ഓൺലി എന്നുണ്ടാവും, അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പോവുക. ബാക്ക്ഗ്രൗണ്ടിൽ പോയിട്ട് നിങ്ങൾ യൂട്യൂബിലോ വലിയ ആപ്ലിക്കേഷനോ എന്തെങ്കിലും ഡൗൺലോഡൊക്കെ ചെയ്യുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് 5Gയുടെ സ്പീഡ് കിട്ടും. പക്ഷേ ഒരു കാര്യം ഓർക്കണം, ഇതിൽ 2 ഡ്രോബാക്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ 5Gയിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്ക് കോൾസൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവില്ല. ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. എനിക്ക് ഇതുവരെ പ്രശ്നം വന്നിട്ടില്ല. എൻ്റെ S23 ഇതുവരെ അങ്ങനത്തെ പ്രശ്നം വന്നിട്ടില്ല. പക്ഷേ എൻ്റെ S21F ആ പ്രശ്നം വന്നിട്ടുണ്ട്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കോൾ കട്ടാവും, മീൻസ് റിസീവ് ആവില്ല, ഇൻകമിങ് കോൾ വരില്ല എനിക്ക്. അതേമാതിരി കോൾ വിളിക്കാനും പറ്റില്ല. ആ ചെറിയൊരു പ്രശ്നം കാണാൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജിയോൻ്റെ സിം എൻ്റെ റിയൽമി X7 മാക്സിലിട്ട് നോക്കി. 5Gയുടെ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് അത്ര നല്ല സ്പീഡ് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ
മൊബൈൽ ഡിപ്പെൻഡഡും ആണത്. ഇപ്പോൾ എൻ്റെ S23 എനിക്ക് നല്ല 5G സ്പീഡ് കിട്ടുന്നുണ്ട്. അതേമാതിരി S21 FEയിലും എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡ് കിട്ടുന്നുണ്ട്. പക്ഷേ റിയൽമി X7 Maxൽ എനിക്ക് അത്ര നല്ല സ്പീഡ് കിട്ടുന്നില്ല. അപ്പോൾ അത് മൊബൈൽ ഡിപ്പെൻഡഡ് ആണ്. അപ്പോൾ 5Gയുടെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഇപ്പോൾ എനിക്ക് എൻ്റെ S23 കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത ആപ്ലിക്കേഷൻ നോക്കുകയെന്ന് വെച്ചാൽ ഇത് വേറെ ഫോണിലൊന്നും വർക്ക് ചെയ്യില്ല. ആപ്ലിക്കേഷൻ സാംസങ്ങിൻ്റെ ഫോണിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, S സീരീസിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സാംസങ് സ്റ്റോറിൽ പോവുക. സാംസങ് സ്റ്റോറിൽ പോയിട്ട് ഗാലക്സി എൻഹാൻസ് എക്സ് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് എ പിക്ചർ ഓർ എ വീഡിയോ. അപ്പോൾ ഞാനൊരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മാജിക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പഴയൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു, സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ എടുത്ത ഉടനെ തന്നെ ഇവിടെ കാണിക്കേണ്ട 4 ഓപ്ഷൻ: മാജിക്, ഫേസ്, ഫിക്സ് ലെൻസ് ഡിസ്റ്റോർഷൻ, റീസ്റ്റോർ പിക്ചർ, ഫിക്സ് ബ്ലർ, റിമൂവ് റിഫ്ലക്ഷൻ, ഇൻക്രീസ് റെസൊല്യൂഷൻ. അപ്പോൾ ഈ ഓപ്ഷനൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി കൂട്ടാൻ പറ്റും, റെസൊല്യൂഷൻ കൂട്ടാൻ പറ്റും, റിഫ്ലക്ഷൻ മാറ്റാൻ പറ്റും, പിന്നെ ബ്ലർ വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റും. അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് കിട്ടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇൻക്രീസ് റെസൊല്യൂഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് 3x കൊടുക്കുക, ഡൺ കൊടുക്കുക. ഇപ്പോൾ റെസൊല്യൂഷൻ ഇൻക്രീസ് ചെയ്യാനായി പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ഉണ്ട്. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണെന്ന് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ അടുത്ത് വേറെ ഏത് ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല. അതിനായിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിഞ്ഞിട്ട് അടുത്തത് വേറെ ഏതാ വേണ്ട, റീസ്റ്റോർ പിക്ചർ. റീസ്റ്റോർ പിക്ചർ ആണെങ്കിൽ പഴയ വല്ലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസൊക്കെ ആണെങ്കിൽ അത് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങളുടെ ആ പഴയ പിക്ചറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിക്ചറിനെ നിങ്ങൾക്ക് ഒന്നുകൂടി നല്ല ക്ലാരിറ്റി ആയിട്ട് വരുത്താൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് സേവ് കൊടുക്കുക. സേവ് കൊടുത്ത് കഴിഞ്ഞിട്ട് മാജിക് കൊടുക്കുക. അതായിട്ട് മാജിക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ നല്ല മാറി വരും. കണ്ടില്ലേ? ഇതായിരുന്നു പണ്ടത്തെ ഫോട്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഫോട്ടോ. കണ്ടില്ലേ? ഈ ആപ്ലിക്കേഷൻ എന്തായാലും യൂസ് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുന്നു വിചാരിക്കണോ? ഇനിയിപ്പോൾ അടുത്ത ആപ്ലിക്കേഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര യൂസ്ഫുള്ളായി എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരു കീബോർഡ് ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ സ്വിഫ്റ്റ് കീബോർഡ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഗുണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൂഗിൾ കീബോർഡ് യൂസ് ചെയ്യാൻ അത്ര സുഖമൊന്നുമില്ല, പക്ഷേ ഒരു ഫീച്ചർ ഉണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാനൊരു ഇത് എഴുതാണ്, ഹായ് ഐ ആം ഗോയിങ് to review about Samsung Galaxy S23. Hope you like this video. ഇപ്പം ഞാൻ ഇങ്ങനെ എഴുതിയില്ലേ? ഇപ്പോൾ എഴുതി കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഒരു 3 ഡോട്ട് കാണാനുണ്ടല്ലോ. ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനാവും. അപ്പോൾ ഈ എഡിറ്ററിൽ പോവുക. എഡിറ്ററിൽ പോയി കഴിഞ്ഞിട്ട് വല്ലതും ഗ്രാമർ വല്ലതും തെറ്റുണ്ടെങ്കിൽ ഇവിടെ കറക്റ്റാക്കി വരും. കണ്ടില്ലേ? ഐ ആം ഗോയിങ് ടു റിവ്യൂ അബൌട്ട് ദ സാംസങ് ഗാലക്സി S23. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഓക്കെ, അത് നമ്മുടെ ഗ്രാമറും സ്പെല്ലിങ്ങും ഒക്കെ വലിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഇവിടെ റെഡിയാക്കി തരും. അതിൻ്റെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഞാൻ റീപ്ലേസ് ചെയ്യാനാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു. അതേമാതിരി ടോൺ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടോണിൽ ക്ലിക്ക് ചെയ്യുക. ടോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഫഷണൽ ടൈപ്പ് വേണോ, കാഷ്വൽ ടൈപ്പ് വേണോ, അതോ പൊലൈറ്റ് ടൈപ്പ് വേണോ, അത് നമുക്ക് സെലക്ട് ചെയ്യാം. കണ്ടില്ലേ? ഇവിടെ പ്രൊഫഷണൽ ടൈപ്പിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതേമാതിരി നമുക്ക് കാഷ്വൽ ടൈപ്പ് വേണോ, അതോ പൊലൈറ്റ് ടൈപ്പ് വേണോ, ഫണ്ണി ടൈപ്പ് വേണോ, അതോ സോഷ്യൽ പോസ്റ്റോ വിറ്റി ടൈപ്പ് വേണോ. ഓക്കെ, ഞാൻ വിറ്റി ടൈപ്പ് സെലക്ട് ചെയ്യാണ്. സെൻഡ് ചെയ്യാണ്. കണ്ടില്ലേ? ഹോൾഡ് ഓൺ ടൈറ്റ് ഫോക്സ്, വി ആർ അബൌട്ട് ടു ഡിസെക്ട് ദ സാംസങ് ഗാലക്സി S23. ബ്രേസ് യുവർ സെൽഫ് ഫോർ സം നേഡി ഡീറ്റെയിൽസ്. അപ്പോൾ പല ടോണിലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതാൻ പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതായിരുന്നു 5 ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ എഴുതുക. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്